ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അഞ്ജുവിനെ കാത്തു നിൽക്കാണ് കേട്ടോ വിവേകും വർഷയും. അവർ വന്ന ഉടനെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട്. അതിനുശേഷം തന്നെ അഞ്ജുവും രാഹുലും കുറച്ച് വഴുകി വന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവർ വരുന്നുണ്ട് കേട്ടോ. ഓ, എന്തൊരു ബുദ്ധിമുട്ട്! എവിടേക്കെങ്കിലും ധൃതി പിടിച്ച് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഫുൾ ട്രാഫിക് ആയിരിക്കും. ഇപ്പം അതൊന്നുമില്ല, നമ്മുടെ കാര്യം വരുമ്പോൾ എന്തൊരു കഷ്ടമാണ്. അതിനുശേഷം തന്നെ രാഹുലും അഞ്ചും കൂടി ബൈക്കിൽ വന്ന് ഇറങ്ങുന്നു കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് പോയാലും അധികം താമസിക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഇന്നലത്തെ ഒരു രാത്രി ഞങ്ങൾക്ക് എങ്ങനെ കടന്നു പോയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അത്രയും പ്രഷറായിരുന്നു എന്ന് പറയുന്നു. എൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു. ഒരു വിവേകിന് എന്താ പ്രശ്നം? അല്ല, ഞാൻ പറയുമായിരുന്നു ഇന്നലെ വയനാട്ടിലൊക്കെ ആയിരുന്നല്ലോ. എന്നാൽ ശരി, ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അഞ്ജുവിനെയും കൂട്ടിക്കൊണ്ട് വിവേകും അതുപോലെ വർഷയും വീട്ടിലേക്ക് തിരിക്കുന്നു. ആ സമയത്ത് രാഹുലിനെ ഫോളോ ചെയ്തിട്ട് കുറേ ഗുണ്ടകൾ, അതായത് ഹരിതയുടെ ഗുണ്ടകൾ വരുന്നുണ്ട്. എന്നിട്ട് അവൻ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട് മാഡം എന്ന് പറഞ്ഞിട്ട് ഹരിതയെ വിളിച്ചറിയിക്കുന്നു. എന്തായാലും അവനെ ഫോളോ ചെയ്യണം, കാരണം രാത്രിയാകുമ്പോൾ അവനെ അങ്ങ് പൊക്കിയേക്കണം, പിന്നെ ബാക്കി ഞാൻ പറഞ്ഞു തരാം എന്നും ഹരിത പറയുന്നുണ്ട്. ഹരിത രാഹുലിനെ പൊക്കാനുള്ള പരിപാടി തുടങ്ങിയിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അഞ്ജുവിനെയും വിവേകിനെയും വർഷയാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നിറങ്ങുന്നു. വസുന്ധരയാണെങ്കിൽ അവരെ സ്വീകരിക്കാനായിട്ട് എത്തുന്നു കേട്ടോ. നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്, ഇന്നലെ രാത്രി നിങ്ങൾ ഒട്ടും ഉറങ്ങിയിട്ടില്ല, പിന്നെ വണ്ടിയിൽ വന്നതിൻ്റെ ക്ഷീണവും തളർച്ചയും. അഞ്ജുവിൻ്റെ മുഖത്ത് എപ്പോഴും വോമിറ്റ് ചെയ്യാണെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. ആ സമയത്ത് വിവേക് വർഷയുടെ കാതിൽ പറയുന്നുണ്ട്, വോമിറ്റ് ചെയ്യാൻ ഏകദേശം 2 മാസം കൂടി എടുക്കും. തമാശ രൂപത്തിലാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം തന്നെ എന്തായാലും എന്തൊക്കെയുണ്ട് മോനെ, ഇന്നലെ രാത്രി എങ്ങനെയാണ് നീ കാട് കണ്ടാൽ പേടിക്കുന്ന ഒരാളാണല്ലോ, പിന്നെ എങ്ങനെ? പിന്നെ അത് മാത്രമല്ല, വർഷയ്ക്ക് എങ്ങനെ വഴി തെറ്റും? അവൾ അവിടെ ജനിച്ചു വളർന്ന കുട്ടിയല്ലേ. വർഷ എന്നോട് നല്ല റൂട്ടിനാണ് പോകാൻ പറഞ്ഞത്, ഞാനാണ് എളുപ്പം എത്തും പറഞ്ഞിട്ട് വേറൊരാളോട് വഴി ചോദിച്ചിട്ട് അങ്ങോട്ട് ചെന്നത്. പക്ഷെ അതാകെ കുടുങ്ങിപ്പോയി. അത് മമ്മി ഇന്നലെ അങ്ങനെ പറ്റിയതെന്ന് പറയുന്നു. എന്തായാലും ആവട്ടെ. പിന്നെ ആ ചന്ദ്രദാസിനെ ഇവിടെ നാട്ടി വിട്ടില്ലേ, അവനക്ക് ശിവയ്ക്ക് നല്ല ശരിക്കിട്ട് പണി കൊടുത്തു. ഇനി ഒരിക്കലും അവൻ എൻ്റെ പുറകെ നടക്കില്ല ആൻറ്റി എന്ന് പറയുന്നു. അത് ശരി, നീ എൻ്റെ മകൻ തന്നെ. പിന്നെ എല്ലാവരും പോയിന്ന് റെസ്റ്റ് എടുക്കുക കുളിച്ചിട്ട്. അങ്ങനെ അഭി വന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ട് പോന്നു. അതിനുശേഷം തന്നെ വിവേക് വർഷയും കൂടി സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഇന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി സ്നേഹത്തോടുകൂടി പിരിയുന്നു കേട്ടോ. പിന്നീട് അഭി ആണെങ്കിലോ, ഞാൻ നിങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എന്താ അഭി? പിന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇനി എന്തറിയാനാ, എല്ലാം അറിഞ്ഞതല്ലേ? അതല്ല, ഇന്നലത്തെ അഞ്ജുവിൻ്റെയും രാഹുലിൻ്റെയും ഫസ്റ്റ് നൈറ്റിനെ കുറിച്ചാണ്. ഒന്ന് പൊയ്ക്ക്, ഇതൊക്കെയാണോ അറിയേണ്ടത്? ഇതും എനിക്ക് അറിയണം. പിന്നെ അത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ആൻറ്റിയോട് ചെന്ന് പറയണം. ശിവയാണെങ്കിൽ പുറത്ത് പോയിരിക്കുകയാണ്. ശിവ വരട്ടെ, അപ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. എന്നിട്ട് അവളോട് പറയാം. അവളാണെങ്കിലോ ആൻറ്റിയുടെ പെറ്റാണ്, അവൾ പറഞ്ഞ ആൻറ്റി ഒന്നും നിഷേധിക്കാതിരിക്കും എന്ന് പറയുന്നു. ആ സമയത്ത് വർഷയുടെ മുഖത്ത് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം വസുന്ധര ആൻറ്റി വിവേകിന് വേണ്ടി കണ്ടെത്തിയ പെണ്ണ് നമ്മുടെ ശിവയാണ്. പക്ഷെ വിവേകിന് നേരെ തിരിച്ചും എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് വർഷം നിൽക്കുന്നു. വിവേകാണെങ്കിലോ അങ്കിതിനെ കാണാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്കിതിനോട് പറയുന്നുണ്ട്, ഇന്നലെ രാത്രി അവൾക്ക് എന്നോടുള്ള തെറ്റിദ്ധാരണ എല്ലാം തന്നെ മാറി. ഇപ്പോൾ എന്നോട് ഒത്തിരി ഇഷ്ടമാണെന്ന് അവളുടെ കണ്ണിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും അന്നൊരു രാത്രി ഇങ്ങനെ സംഭവിച്ചു നന്നായി. ശിവയെ മനഃപൂർവ്വം ഒഴിവാക്കിയത് നന്നായി. പക്ഷേ ശിവയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായി ഇന്നലെ. അത് എന്നോട് അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ. അതിന് ആൻറ്റി അറിഞ്ഞിട്ടില്ല. ഇവള് ഇതെല്ലാം അറിഞ്ഞിട്ട് രാത്രി ഇറങ്ങിപ്പോയി. ഈ വർഷം കൂടി വയനാട്ടിലേക്ക് ഒറ്റയ്ക്കാണ് പോയതെന്ന് അറിഞ്ഞിട്ട് സഹിക്കാൻ പറ്റാതെ അതിനുശേഷം തന്നെ അവിടെ വെച്ചിട്ടുണ്ടായി 2 ഗുണ്ടകൾ അവിടെ ആക്രമിക്കുകയുണ്ടായി. ആ സമയത്താണ് ഞാൻ അതിൽ പോകുന്നുണ്ടായിരുന്നത്. ഈ സമയത്ത് ഞാൻ ശിവയെ കാണുകയും അവളെ രക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ഇന്നത്തെ രാവിലെ പേപ്പറിലൊക്കെ ശിവയുടെ ന്യൂസായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് പറയുന്നു. ഒരു ഹീറോയിനെ പോലെ ഞാൻ അവളെ രക്ഷിച്ചു. അയ്യോ, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ശിവയുടെ മനസ്സെന്തോ മാറിയതുപോലെ എനിക്ക് തോന്നി ഇന്നലെ വീഡിയോ കോളിൽ വിളിച്ചപ്പോൾ രാവിലെ. ശരി, അവളാകെ മാറിപ്പോയി. ഇനി എന്തായാലും നിൻ്റെ അമ്മ ഉറപ്പിച്ചിട്ടുള്ള പെൺകുട്ടിയല്ലേ ശിവ. പക്ഷെ അവൾക്ക് ഒരിക്കലും നിന്നെ ഇനി സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അവൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. നീയും വർഷയും സ്നേഹത്തിലാണെന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി അവളുടെ ശല്യം ഉണ്ടാവില്ല നിനക്ക്. അതിൽ വിവേകിന് സന്തോഷമാവുന്നുണ്ട്. സമയത്താണ് ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് തന്നെ ആരാണിത് അവതരിപ്പിക്കുക? അങ്ങനെ ശിവയോട് പറയുമ്പോൾ ഞാനെങ്ങനെ പറയാൻ ആൻറ്റിയോട്, എനിക്ക് ആകെ ടെൻഷനുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, പറയാൻ പറ്റിയ ഒരാളുണ്ടെന്ന് പറയുന്നു. അത് മറ്റാരുമല്ല,
നമ്മുടെ വിവേക് തന്നെയാണ്. വിവേക് തന്നെ പറയട്ടെ എന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ വർഷ പറയുന്നത്. ഞാൻ വിളിച്ച് നോക്കട്ടെ. അങ്ങനെ വിവേക് വിളിക്കുമ്പോൾ അതാ കണ്ടോ അവൾ വിളിക്കുന്നുണ്ട്, എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് പറയുന്നു. അങ്കിത് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പോട്ടെ, നിങ്ങൾക്ക് ഇനി ഒരുപാട് സംസാരിക്കാനുണ്ടാവുമല്ലോ, സ്വർഗത്തിലെ കട്ടൂറുമായിട്ട് ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ആ സമയത്ത് വിവേകിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വിവേക് ഒന്ന് സഹായിക്കണം, ഒന്ന് വരണം ഞങ്ങളുടെ കൂടെ എന്ന് പറയുന്നു. തീർച്ചയായും ഞാൻ ഇപ്പം തന്നെ വേഗം എത്താം. അങ്ങനെ പിടച്ചൊന്നും വരണ്ട കേട്ടോ, ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വീണ്ടും ഡ്രൈവ് ചെയ്താൽ മതി, പതുക്കെ എത്തിയാൽ മതി എന്ന് പറയുന്നു. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ആ സമയത്ത് വസുന്ധര ആൻറ്റിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എല്ലാവരും. ആൻറ്റി, ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. നിങ്ങളെ കാണാത്തപ്പോൾ ഞാൻ അടുക്കളയിൽ പോയിട്ട് പാചകം ചെയ്യാൻ പോയി, എന്താ പറയാനുള്ളതെന്ന് പറയൂ. പിന്നെ എന്ന് പറയുമ്പോൾ, ശിവമോളെ, നിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോണ കാര്യമാണോ നീ പറയാനായിട്ട് പോകുന്നത്? അതല്ല ആൻറ്റി, പിന്നെന്താ കാര്യം? വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്ന് പറയും. ആ സമയത്താണ് ഞങ്ങൾക്ക് അഞ്ജുവിനെ കുറിച്ചാണ് പറയാനുള്ളത്. അഞ്ജുവിൻ്റെ വിവാഹം കഴിഞ്ഞതാണ് ആൻറ്റി എന്ന് പറയുന്നത്. ഇന്നലെ ആയിരുന്നു ഇവളുടെ കല്യാണം. ഇന്നലെ അല്ലായിരുന്നു, 6 മാസം മുന്നെയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് അഞ്ജു പറയുന്നു. അത് മാത്രമല്ല, വിക്രമിൻ്റെ മകനായിട്ടുള്ള രാഹുലാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന വസുന്ധര ആകെ ഞെട്ടുന്നുണ്ട്. ചീറ്റ് ചെയ്യായിരുന്നു ഇത്രയും കാലം വരും എന്നുള്ളത് അറിഞ്ഞതോടുകൂടി തന്നെ നല്ലപോലെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്നെ പറ്റിക്കായിരുന്നല്ലേ, വർഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ രാഹുലിനെ ഇപ്പോൾ നോക്കിയത്, അവനെ ഇഷ്ടമാണെന്നല്ലേ ഇവള് പറഞ്ഞതെന്നൊക്കെ പറയുന്നു. ഞാൻ അങ്ങ് നിങ്ങളുടെ കല്യാണം തീരുമാനിക്കുമ്പോൾ തന്നെ നീ എന്താ അത് തുറന്ന് പറയാഞ്ഞതെന്ന് വർഷയോട് ചോദിക്കുന്നുണ്ട്. വർഷയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ആൻറ്റി എന്ന് അഞ്ജുവും പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞതാണെന്നുള്ളത്, ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും കൂടി എന്നെ പറ്റിക്കുമായിരുന്നു, കള്ളം പറഞ്ഞിട്ട് ഇതിനകത്ത് കയറി പറ്റാൻ ഒന്നിനും എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിക്കോണം പറയുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരെയും അവിടുന്ന് ആട്ടി വിടുന്നുണ്ട് കേട്ടോ വസുന്ധര. ആരും ഒന്നും പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. പക്ഷെ വിവേക് അവിടെ എത്തുകയും അവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ആ തെറ്റിദ്ധാരണകളെല്ലാം മാറും എന്ന് ഉറപ്പാണ് കേട്ടോ. ഇന്ന് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് അതും കാണാം. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നു.